ഹലോ ഗൈസ്, UDF സർക്കാർ അധികാരത്തിൽ വന്നു. വൺ ഓഫ് ദ ഫസ്റ്റ് ഡിസിഷൻസ് ദേ ടുക്ക് സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അവർ എടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന്. വളരെ ഒരു പിന്തിരിപ്പൻ നടപടിയായിപ്പോയി അത്. UDFിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ UDF സർക്കാരാണെങ്കിൽ പോലും അവർ ഈ പ്രതിച്ഛായയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നാട്ടുകാർ എന്ത് പറയുന്നു, പക്ഷേ നാടിന് എന്താണ് ആവശ്യം എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. സിൽവർ ലൈൻ പോലൊരു പദ്ധതി നാടിന് വളരെയധികം ആവശ്യമുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ പദ്ധതി. ഇതുപോലത്തെ ഒരു പദ്ധതി ആദ്യം തന്നെ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു തീരുമാനം. ഇപ്പോൾ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ അവർ കൊണ്ടുവരാൻ നോക്കുകയാണ്. കുറേ വർഷങ്ങളെടുത്തു. ഇതുപോലൊരു പദ്ധതി ഇനി ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് എന്ന് പറയുന്നത് വളരെ ഭീമമായിരിക്കും. അതുകൊണ്ട് കേരളത്തിന് വളരെയധികം ആവശ്യമുള്ളൊരു പദ്ധതിയാണ് KRI എന്ന് പറയുന്ന പദ്ധതി, അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി. UDF സർക്കാർ ഇത് പുനഃപരിശോധിച്ച് ഇങ്ങനത്തെ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.